പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് പൂർണ്ണമായും ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും അതിനെ അഭിനന്ദിച്ചുകൊണ്ട്, അതായത് ഒരു തീരദേശ പഞ്ചായത്ത് അല്ലെങ്കിൽ വളരെ താഴേക്കിടയിലായിട്ട് എല്ലാവരും കാണുന്ന ഒരു പഞ്ചായത്ത് ഇത്തിരി ബൃഹത്തായ ഒരു നേട്ടം കൈവരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ സഹപ്രവർത്തകരുടെ പങ്ക് എത്ര കണ്ട് വലുതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പൊതുവെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, താങ്കളുടെ കൂടെ പ്രവർത്തിക്കുന്നവർ തന്നെ താങ്കളെ പിന്നോക്കം വലിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എന്നാണ് പൊതുവിലുള്ള സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ നേട്ടം കൈവരിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം, അതിൽ എന്തായാലും പഞ്ചായത്തിന്റെ ഉദ്യോഗ തലത്തിലുള്ളവരുടെയും കൂടി നിസ്സീമമായ ഒരു സഹകരണം അതിൽ ലഭിച്ചത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എത്ര കണ്ട് ഭരണസമിതി, അത് ഭരണ പ്രതിപക്ഷ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം എത്ര കണ്ടാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്? ചോദിച്ചാൽ ഒന്ന് ആദ്യമേ തന്നെ പറയാം, ആരും എന്നെ പിന്നോക്കം വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ടാണ് നമ്മളിതിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതിനകത്ത് രണ്ടാമത്തെ വർഷമാണ് ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജില്ലയിൽ 1ാമതും സ്റ്റേറ്റിൽ 3ാമതുമായി നമുക്ക് നമ്മുടെ തുക ചെലവഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതിനകത്ത് നമ്മളെ നിർവഹണ ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ നന്നായി പ്രശംസിക്കേണ്ടതാണ്. നിർവഹണ ഉദ്യോഗസ്ഥർ അതിനകത്ത് നല്ല സഹകരണം പഞ്ചായത്തുമായി ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ആ മേഖല നമുക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിയും. പ്ലാൻ കൈകാര്യം ചെയ്ത നമ്മുടെ ക്ലാർക്കായിരുന്ന സ്മിത, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിരുന്ന ദിവ്യ, ഇവർ രണ്ടുപേരെയും നമുക്കിതിൽ എടുത്തു പറയേണ്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. കാര്യം ഈ വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ നമ്മെ പഞ്ചായത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഹായിക്കുവാനും നന്നായി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വളരെ അഭിമാനകരമായ നേട്ടം കൈവരിക്കുവാനും ഈ സംസ്ഥാനത്താകമാനം ഇത്തരം പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്തിനും ഇത് നടക്കും എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുവാനും കഴിഞ്ഞതും. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ പ്ലാനിംഗ് ഓഫീസർ ഇവിടെ വെച്ചൊരു യോഗം നടത്തിയപ്പോൾ അദ്ദേഹവും അന്തം വിട്ടുപോയി, ഈ പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള തരത്തിലേക്ക് വരാൻ കഴിയും. അതൊക്കെ നമ്മുടെ ഒരേ മനസ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ടീമുകളെല്ലാം, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിലെ ജീവനക്കാർ, അതുപോലെ ജനപ്രതിനിധികൾ എല്ലാം ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കാം, എന്തുകൊണ്ട് പിന്നെ വർഷം നടന്നില്ല? ആ ഒറ്റക്കെട്ടായ്മയില്ല, അതൊന്നുമല്ല. പിന്നെ വന്നപ്പോഴേക്കും സ്വാഭാവികമായും ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ട്. ആ സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അത് നമ്മൾ നിഷേധിച്ചു പോയിട്ട് കാര്യമില്ല. അവർ ഈ വിഷയങ്ങൾ പഠിച്ചു വരണം, അവിടെ നിന്ന് വരുന്നവർ ഈ പ്ലാൻ ചെയ്തായിരിക്കില്ല വരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ചില ഫണ്ടിന്റെ വിനിയോഗത്തിലുണ്ടായ ചില പ്രോജക്റ്റുകൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തിട്ട് പോയിട്ട് നമുക്കുണ്ടായ വിഷമമൊന്നും അറിയാം. നമുക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പ്രോജക്റ്റായിരുന്നു. മത്സ്യമേഖലയിലെ ഒരു നേരത്തെ പറഞ്ഞ ഇരുചക്ര വാഹനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഗുണഭോക്താക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈസൻസ് ഉള്ള 2 പേരേ ഉള്ളൂ. 17 ലക്ഷം രൂപ മാറ്റി വെച്ചിരിക്കുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. 2 പേരേ ഉള്ളൂ. 1 ലക്ഷം രൂപയ്ക്കകത്ത് ചിലവാകുന്നത്. അപ്പം അത്രയും പൈസ ബാക്കി വന്നില്ലേ? അപ്പോൾ എക്സ്പെൻഡിച്ചർ നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ ജീവനക്കാരുടെ കുറ്റമല്ല, നമ്മളെ കുറ്റമാണോ? ജനപ്രതിനിധികൾ അതുമല്ല. അതിന് ആളുകൾ അവർക്ക് ആവശ്യപ്പെട്ട് തന്നു, പക്ഷെ അവർക്ക് ലൈസൻസ് ഇല്ല. അപ്പോൾ ആ ഒരു അങ്ങനെ ചില സാങ്കേതികത്വം പിന്നെ ഉണ്ടായപ്പോഴേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ അഭിമാനകരമായ നേട്ടത്തിൽ തന്നെയാണ് നമ്മൾ അതിനകത്ത് നിന്ന് തുടർന്നുള്ള നാടുകളിൽ നമുക്കത് ചെയ്യുന്നത്. പുറകോട്ട് പോയിട്ട് വന്നില്ല. എന്നാലും 1ാമത് നിൽക്കുന്ന ഒരു സ്ഥാപനം പിന്നെ പുറകോട്ട് പോയി തന്നെയാണ്. ആ പുറകോട്ട് പോക്കിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അത് നമ്മൾ നഷ്ടപ്പെടുന്ന തരത്തിലേക്കല്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് പൈസ പോയി. നമ്മുടെ കുഴപ്പമൊന്നുമല്ല. ട്രഷറി നിയന്ത്രണം വന്നപ്പോഴേക്കും ഞങ്ങൾ ഈ അന്ന് 25-ാം തീയതിയാണ് എനിക്ക് ഓർമ്മ, 24-25-അകത്ത് ട്രഷറിയിൽ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യണം. 22-ന് നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്തു. ആ ബില്ല് പോലും മാറിയില്ല, ക്യൂ ബില്ലായി കിടന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഗവൺമെന്റ് ഫണ്ടിന്റെ ലഭ്യതകളുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നമുക്ക് തടസ്സമായി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ തടസ്സങ്ങളൊക്കെ നിൽക്കുമ്പോഴും നല്ല ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാലിയേറ്റീവ് നമ്മുടെ സമീപ പഞ്ചായത്തുകൾ നിങ്ങൾ തിരക്കി നോക്കണം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ വരെ പഞ്ചായത്ത് ഉണ്ടാകുന്നറിയില്ല. പാലിയേറ്റീവ് രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാർക്കെയും അവരുടെ റീഹാബിലിറ്റേഷൻ,
കാരണം ആ ഇരിക്കുന്ന ആൾ നമുക്കറിയാലോ, രോഗിയായിട്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കിടപ്പായിരിക്കും, പക്ഷെ കൈയും കാലിനും കുഴപ്പമൊന്നും, കൈക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, ഇങ്ങനെ വെറുതെ കിടക്കായിരിക്കും. ആ ആ ഒരു അവസ്ഥ കൂട്ടിരിപ്പുകാർ വേറെ ഒരു ജോലിക്കും പോകാൻ കഴിയില്ല, എല്ലാം എപ്പോഴും മലമൂത്രം മാറ്റേണ്ട ഉണ്ടാവും. അപ്പൊ അവരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെറിയൊരു പദ്ധതി ആരംഭിച്ചു. ഈ മെഡിസിൻ കവർ, ആശുപത്രിക്ക് ആവശ്യമായ മെഡിസിൻ കവർ ഈ രോഗികളെ കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഫണ്ട് നമ്മൾ കൊടുത്തു. 2700 രൂപ വരെ വാങ്ങിയ ആളുകളുണ്ടായിരുന്നു ആ ജോലി ചെയ്തു. വളരെ അഭിമാനം തോന്നി. കാര്യം നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച പദ്ധതിയാണ് നമുക്ക് പ്ലാൻ ഫണ്ടിൽ പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്ത് അത്തരം പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നതാണ്. അതിന് അത്തരമുള്ള കാര്യങ്ങൾ അതുപോലുള്ള മാതൃകാപരമായ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് ഫണ്ട്. ഇതിന് നേരത്തെ പോയി സർക്കാർ ഫണ്ട് കൊടുക്കുന്നു, ഇപ്പോഴല്ല. വിദ്യാഭ്യാസത്തിന് വന്ന കാലം മുതൽ ഫണ്ട് കൊടുക്കുകയാണ്. ഞാൻ 2000 പ്രസിഡന്റ് സമയത്ത് എനിക്കറിയില്ല, അത് ആ പറഞ്ഞിട്ട് പോകാൻ അന്ന് എനിക്കറിയാം, ഞാൻ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം കെട്ടണ പോലും അന്നാണ് 2000 ഞാൻ പ്രസിഡന്റ് ആയി. എനിക്കുള്ള അഭിമാനം അതാണ്. ഞാൻ 2000 പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇവിടുത്തെ ഉള്ള മുഴുവൻ സർക്കാർ ഓഫീസർക്കും കെട്ടി കൊടുക്കാൻ കഴിഞ്ഞു. കെട്ടിടവും കെട്ടി പുതിയ ഫർണിച്ചറും വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ ആ 2000 ആ വർഷം. അന്ന് എനിക്ക് തോന്നുന്നു അർക്കാശ ആണ് തോന്നുന്നിരിക്കുന്നത്, ആരോ എന്നോട് പറഞ്ഞു, നീ ആള് കൊള്ളാമലോട്, നീ വീടും വെച്ചു കൊടുത്ത് പാല് കാച്ചി അവർക്ക് കെട്ടിടത്തിനുള്ള സാധനം വാങ്ങിക്കൊടുത്തിട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ. അത് അങ്ങനെ നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് മുഴുവൻ സ്ഥാപനങ്ങൾക്ക് 2-4-5ഓളം അംഗനവാടികൾക്ക് കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. ഈ സർക്കാർ ഓഫീസ്, മത്സ്യവന ഓഫീസ്, അങ്ങനെ എല്ലാം നമ്മൾ വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങൾ, കൃഷി ഓഫീസ്, മൃഗാശുപത്രി, ആയുർവേദാശുപത്രി, ഇതെല്ലാത്തിനും കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ആ 2000 ഭരണസമിതി കാലത്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിനെക്കുറിച്ച് മോഡിഫൈ ചെയ്യാൻ ഞാൻ തന്നെ വന്ന് മോഡിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 40 ലക്ഷം രൂപയാണ് മത്സ്യഭവന്റെ മോഡിഫിക്കേഷൻ പാസ്സായിരിക്കുന്നത്. അതിന്റെ സിയാസിന് അനുമതി മേടിച്ചു കൊടുത്തു, ടെൻഡർ നടപടിയിലേക്കാണ്, അത് ഉടനെ പൂർത്തിയാകും. ഈ അംഗനവാടി ഘട്ടം വീണ്ടും അതൊന്ന് മോഡിഫൈ ചെയ്യാണ്, വിടിഞ്ഞു പൊളിഞ്ഞു പോയി, അതിനൊന്ന് പുനരുദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് വന്നേക്കുന്നത് കായിക്കയുടെ പാലം, വലിയ അഭിമാനകരമായ നേട്ടം നമുക്ക് ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ ജനിച്ച കാലം മുതലെയുള്ള ആഗ്രഹമാണ് കായിക്കൊരു പാലം എന്ന് പറയുന്നത്. ആ പാലം സാധ്യമാകാൻ പോവുകയാണ്. അവിടെ ഒരു ഹോമിയോ ആശുപത്രിക്ക് ഘട്ടം ഉണ്ടായിരുന്നു, അതിന്റെ പൈസയും നമ്മുടെ അക്കൗണ്ടിലേക്ക് കോടതിയിലേക്ക് മാറ്റിയിട്ടേക്കാണ്. അതിന് രേഖ സമർപ്പിച്ച് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ പുതിയ ഹോമിയോ ആശുപത്രി കെട്ടിടം വേണം, ആ കെട്ടിടം വാങ്ങിക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്ത് ആസ്തി വികസിപ്പിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ഭരണസമിതി വിട്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് നമുക്കറിയാലോ, സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം എവിടെയൊക്കെ ചെല്ലും എന്നുള്ളതിൽ നമുക്കൊരു പ്രതീക്ഷയില്ല. ഏതായാലും പരമാവധിയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഭരണപരമായ കാര്യങ്ങളിൽ നല്ല നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു അഭിമാനം തോന്നിയതും 2ാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം എന്ന് പറയുന്നത് അതിദരിദ്രരെ കണ്ടെത്തുക എന്നുള്ളത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനവും ചെയ്യാൻ താല്പര്യമെടുക്കുക അല്ലെങ്കിൽ ധൈര്യം കാണിക്കാത്ത പദ്ധതിയാണ് അതിദരിദ്രരെ കണ്ടെത്തുക. ഈ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന്റെ മോഡൽ സ്റ്റഡി നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പഞ്ചായത്താണ്. അപ്പൊ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഒരു തീരുമാനം നടപ്പിലാക്കാൻ ആദ്യം തിരഞ്ഞെടുത്ത ഒരു പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്താണ്. 2 പഞ്ചായത്തേ കേരളത്തിൽ തിരഞ്ഞെടുത്തുള്ളൂ. ഒരു തിരുനെല്ലി പഞ്ചായത്ത്, മറ്റൊന്ന് ഈ 5 പഞ്ചായത്തുമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ സർക്കാരിന്റെ ശ്രദ്ധയിൽ പോലും ഈ പഞ്ചായത്തിനെ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ഒരു വലിയൊരു അഭിമാനം നമുക്കുണ്ട്. അത് നമ്മൾ സംരക്ഷിക്കാൻ ആവശ്യമായി ഇവിടെ വന്ന് സർവേ നടത്തിയ ശേഷമാണ് ഇതിന്റെ ആ പോരായ്മകൾ മനസ്സിലാക്കിയാണ് പിന്നെ മറ്റു പഞ്ചായത്തുകളിലേക്ക് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ എപ്പോഴും ഈ കഴിഞ്ഞ 5 വർഷക്കാലം മാതൃക കാണിക്കുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ചാൽ ചെയ്യുമെന്ന് സർക്കാരിന്റെ ബോധ്യമുള്ള ഒരു ഭരണസമിതിയാണ് നമ്മുടെ. അതനുസരിച്ച് നമ്മളിത് തീരദേശ വികസനവുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ മത്സ്യമേഖലയിലുള്ള വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ സ്വീറ്റ് സാഗരം സുന്ദര തീരം നമ്മൾ നന്നായി പണിയുന്ന പഞ്ചായത്താണ്. ആദ്യഘട്ടം എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഈ ഇവിടുത്തെ ഹാളിനാണ്, അത് പഴയ ഹാളാണ്, ഇവിടുത്തെ ഹാളിനകത്ത് വെച്ച് ഞങ്ങൾ സെമിനാർ നടത്തി, അതിന് ദോഷങ്ങൾ മനസ്സിലായിക്കൊണ്ട്. അതിനുശേഷം ഞങ്ങൾ കുട്ടികൾക്ക് കിസ് പ്രോഗ്രാം നടത്തി, അവർക്ക് പ്രൈസുകൾ കൊടുത്തു. അതിനുശേഷം കടലോട് നടത്തി ഞങ്ങൾ സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മെഴുകുതിരി ജാഥ സംഘടിപ്പിച്ചു. ഇതിനുവേണ്ടി കടൽ തീരത്തും കടലിലേക്കും പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകരുത്, വലിച്ചെറിയരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി നമ്മൾ അത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2ാം ഘട്ടം ഇപ്പോൾ നമ്മൾ വീണ്ടും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. വലിയൊരു സംഘാടക സമിതി ഞങ്ങൾ നടത്തി. നമ്മുടെ 6 കേന്ദ്രങ്ങളാണ് അവർ വൃത്തിയാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ 6 കേന്ദ്രങ്ങളിൽ സമിതിയിൽ കൂടി. ആ സമിതിയിൽ കൂടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾ നമ്മുടെ സ്നേഹാറാവിലും 2 ദിവസത്തെ ക്യാമ്പിന് വന്നു. ആ കുട്ടികളെ നമ്മൾ 70ഓളം വരുന്ന കുട്ടികളെ നമ്മൾ ഈ 6 കേന്ദ്രങ്ങളും അവരെ ഉപയോഗിച്ച് നമ്മൾ ട്രെയിനിങ് നടത്തി. അതിന്റെ ഭാഗമായി നമ്മുടെ ആകാശ റാന്തായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ ക്ലിഫിലൊക്കെ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. പേപ്പർ പോലുള്ളതിനകത്ത് മെഴുകുതിരി കത്തിച്ച് അത് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. 3 നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഫ്ലാഗ് ബോ ചെയ്യിപ്പിച്ചു.
അതുപോലെ സർക്കാരിന്റെ തന്നെ ഒരു ഫ്ലാഗ് ബോട്ട് ഇവിടെ വന്നു. അങ്ങനെ നല്ല അത്തരത്തിലുള്ള പ്രചരണപരമായ പരിപാടികൾ ചെയ്തുകൊണ്ടാണ് 6 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീനിങ് നടത്തി. അമ്മിച്ച ഒരു പ്രതികരണമായ ജനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഏത് പരിപാടിയാണോ അഞ്ചുതെങ്ങിനെ കൊണ്ട് നടക്കില്ല എന്ന് ജനങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾ പറയുന്ന അത് നടത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ശിശു സൗഹൃദ പഞ്ചായത്ത് നമ്മൾ പ്രഖ്യാപിച്ചു. നമ്മുടെ നേട്ടങ്ങൾ ഒന്നാണ്. ആ ശിശു സൗഹൃദ പഞ്ചായത്ത് പ്രഖ്യാപിക്കുമ്പോൾ ലയോള കോളേജിലെ വിദ്യാർത്ഥികൾ 1 വർഷക്കാലം നമുക്ക് ഇവിടെ കിട്ടി. ആ 1 വർഷക്കാലം ഞങ്ങൾ വീട് വീടാന്തരം ഞങ്ങളെ കുട്ടികളെ സംഘടിപ്പിച്ചു. അവരെ വിളിച്ചു കൂട്ടി, അവരെ ബോധ്യപ്പെടുത്തി, അവരുടെ ദേഹത്തുണ്ടാകുന്ന ടച്ചുകൾ ആ ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ ആരാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിച്ചുകൊണ്ട് അവരെ ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തി ഇവിടെ വെച്ച് ഞങ്ങൾ അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഏതാണോ നമുക്ക് അശാസ്ത്രീയമെന്ന് തോന്നുന്നത് അതിന് ഞങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിമർശനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. ആ വിമർശനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഞങ്ങൾക്കൊരു നേട്ടം അത് വളരെ അടിവരായിട്ട് പറയുകയാണ്. ഈ 4 വർഷക്കാലമായി ഈ 4 വർഷക്കാലത്തും 1 പൈസയുടെ അഴിമതി ഈ പഞ്ചായത്ത് സമിതി ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പോലും ഒരു യോഗം പോലും നടത്തിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കാശ് മേടിച്ചെന്നോ ഭരണസമിതി അംഗങ്ങൾ കാശ് മേടിച്ചു, അതൊരു വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. ഇനി ചിലപ്പോൾ 6 മാസത്തിൽ ഉണ്ടാവും. അത് ഇലക്ഷനാണ്, രാഷ്ട്രീയമാണ്. അപ്പൊ തോൽപ്പിക്കാൻ എന്തും പറയാം, അതിന്റെ ഭാഗമായിട്ടാവും. പക്ഷെ ഈ 4 വർഷക്കാലത്തിലേക്ക് ഒരു സമരം പോലും ഈ പഞ്ചായത്തിന് മുമ്പ് നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അവർക്ക് വിഷയമില്ലാത്തതാണ്. അവർക്കൊരു വിഷയമില്ല. ഈ പഞ്ചായത്തിനായിട്ട് അഴിമതി ആരോപണമില്ല, പഞ്ചായത്തിൽ പോയിട്ട് ഡിലേ വരുത്തുന്നതില്ല. പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മുടെ എല്ലാവിധ സഹകരണവും ബന്ധപ്പെട്ട ജീവനക്കാരും നമുക്കുണ്ടാകുന്നുണ്ട്. അതിന് മുഴുവൻ ജനപ്രതിനിധി സഹകരിക്കുന്നുണ്ട്, പൊതുസമൂഹം നമ്മോട് സഹകരിക്കുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ അഭിമാനത്തോടു കൂടി തന്നെ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി പഞ്ചായത്ത് നിൽക്കുകയാണ്. ഗവൺമെന്റ് അതിന്റെ ILGMS എന്ന സോഫ്റ്റ്വെയറിനകത്താണ് നമ്മുടെ ഈ സംവിധാന പരാതികളും അപേക്ഷകളും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാസം മുതൽ ILGMS ക്ലോസ് ചെയ്ത് K-Smart എന്ന പുതിയ സോഫ്റ്റ്വെയറിലേക്ക് പോയി. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒറ്റ ആളുകൾക്കും പഞ്ചായത്ത് ഓഫീസിൽ വരാൻ കഴിയില്ല, അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. 10-ാം തീയതി ഇനി 15-ാം തീയതി ശേഷമായിരിക്കും അപേക്ഷ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു 10 ദിവസക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടായി. ഈ ബുദ്ധിമുട്ട് ഇനി പഞ്ചായത്ത് ഓഫീസിൽ വരേണ്ട അതാണ് പ്രത്യേകത. ഈ K-Smart എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മൊബൈലിനകത്ത് നമ്മുടെ സൈറ്റ് ക്ലിയർ ചെയ്യാൻ നമുക്കൊരു പരാതി കൊടുക്കാൻ വേണ്ടിയുള്ള സൈറ്റ് നമുക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ നമ്മൾ പരാതി കൊടുത്താൽ മതി. ഇനി ഓഫീസിലേക്ക് ഫ്രണ്ട് ഓഫീസ് ഇല്ല എന്നാണ് വരാൻ പോണോ. കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ പഞ്ചായത്ത് ഓഫീസ് വരേണ്ട, അവരുടെ വീട്ടിൽ ഇരുന്ന് മൊബൈൽ ചെയ്യാൻ അറിയുന്നവർക്ക് മൊബൈൽ വഴി ഇത് ഡൗൺലോഡ് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടു കൂടി 1 വർഷം മുമ്പ് ഡിജി കേരള എന്ന് പറഞ്ഞ ഡിജിറ്റൽ കേരള പ്രഖ്യാപിക്കുന്ന സംവിധാനം ഉണ്ടായി. നമ്മുടെ എല്ലാ ആളുകളും ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കാൻ പഠിച്ചു എന്നുള്ള തരത്തിലേക്ക് അതിന് പ്രഖ്യാപനം നടത്താൻ പോകും. ഇതൊക്കെ ദീർഘവീക്ഷണത്തോടെ ഗവൺമെന്റ് ഓരോന്നോരോ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് പഞ്ചായത്ത് സമിതി ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ഭരണസമിതി ഒരു ഗവൺമെന്റും അതിനോടൊപ്പം നമുക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ അഭിമാനകരമായ നേട്ടം. അതിനുപരി എനിക്കുള്ള അഭിമാനം, വ്യക്തിപരമായ അഭിമാനം, ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. അത് എനിക്ക് തോന്നുന്നു ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നിലവന്നതിന് ശേഷം 2ാമത് പ്രസിഡന്റ് ആവുന്ന ഒരാൾ ഞാനായിരിക്കും എൻ്റെ വിശ്വാസം. വേറെ ആളുണ്ടാകാം, എൻ്റെ അറിവിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം 5 വർഷക്കാലം പ്രസിഡന്റ് ആയാൽ പിന്നെ വനിതാ പ്രസിഡന്റ് ആവും, പട്ടികജാതി പ്രസിഡന്റ് ആവും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു 10 വർഷക്കാലം പോകും. അപ്പൊ ആ ആള് മാറി പുതിയ ആള് ആ മേഖലയിലേക്ക് പ്രവർത്തന രംഗത്ത് വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 20 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ തന്നെ പ്രസിഡന്റായി വരികയും ഞാൻ തുടങ്ങി വെച്ച പ്രവർത്തികളെ വീണ്ടും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ അഭിമാനം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അഞ്ചുതെങ്ങ് പഞ്ചായത്തും സമീപ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായാണ് മുതലപ്പൊഴി. അതിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ മറ്റ് തലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഈ മണ്ണ് മൂടുകയും ആ മണ്ണ് മാറ്റുന്നതിലുണ്ടാകുന്ന കാലതാമസവും അതിന് കരാറെടുത്തിരിക്കുന്നവരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആ പുലിമുട്ടിൻ്റെ നിർമ്മാണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ സംബന്ധിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ പഞ്ചായത്ത് സംബന്ധിച്ചോളം ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ് മുതലപ്പൊഴി. അതിൻ്റെ പേര് തന്നെ മാറി മരണപ്പൊഴി എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിൻ്റെ നിർമ്മാണത്തിൽ, അത് ആദ്യമേ ഉള്ള നിർമ്മാണത്തിലുള്ള അശാസ്ത്രികളൊക്കെ നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിലും അത് കൂട്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ
അത് ഏതായാലും അന്നൊന്ന് മാറി മാറി വന്നിട്ടുള്ള അവർ ടെക്നിക്കലായിട്ട് പഠിച്ചവരുടെ അഭിപ്രായം മാത്രം കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിന്റെ ദോഷം നമുക്ക് ഇതിനകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ആ മുതലപ്പൊഴി മൂടുന്നത്, ഈ മൂടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ വളരെ നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർ അറിയിച്ചു. പക്ഷേ സമയബന്ധിതമായി അതിൻ്റെ ട്രഡ്ജിങ് നടപടിയിലേക്ക് പോകും. അതിവിടെ മാത്രമല്ല, ഏത് പൊഴി അഴിയായ പ്രദേശം എടുത്താലും ആ അഴിയിൽ മണ്ണ് മൂടും. അത് സ്വാഭാവികമായിട്ടുള്ള ആ മണ്ണ് മൂടുമ്പോൾ കാലാകാലങ്ങളെ ട്രഡ്ജ് ചെയ്യേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനുണ്ട്. ഇതൊരു ജനുവരി മാസത്തിൽ ട്രഡ്ജ് ചെയ്തെങ്കിൽ ഇപ്പോൾ മൂടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകാത്തതിൻ്റെ ദോഷമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളി മാത്രമല്ല, ഈ ഇപ്പോൾ പൂർണ്ണമായും മൂടുകയാണ്. മൂടിയാൽ ഇപ്പുറത്തുള്ള കരയിലുള്ള ആളുകളെയും അവിടുത്തെ കൃഷിയും സാരമായി ബാധിക്കും. അതുപോലെ ഇപ്പോൾ മത്സ്യം വളർത്തുന്ന ആളുകളുണ്ട്. ആ മത്സ്യം വളർത്തുന്ന ആളുകളുടെ ആ വളർത്തു കേന്ദ്രങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. പിന്നെ രണ്ടു രാവിലെ വിളിച്ചിരുന്നു, ഞങ്ങളുടെ കൊഞ്ച് ഒരു 8-10 ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് വരാവുന്ന അവസ്ഥയാണ്. അത് ആ 10 ദിവസം കൂടെ കിടന്നില്ലെങ്കിൽ അത് നഷ്ടം വരും. ആ 10 ദിവസത്തിനകത്ത് നിന്ന് മൂടി വീണ്ടും വെള്ളം ഒരു പോയിന്റ് പൊങ്ങിയാൽ അവിടെ ആ കുളത്തുനിന്ന് മുകളിൽ കൂടെ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുകയും ഇത് നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തരും ജിജ്ഞാസ പിടിക്കുകയാണ് ഈ അവസ്ഥ. മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മനസ്സുറപ്പോടുകൂടി നമ്മുടെ ഈ പൊഴി അഴിയായപ്പോൾ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ആകുമ്പോൾ കൊല്ലത്താണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. കൊല്ലത്ത് പോയാൽ അവിടെ ഒരു ദിവസം കഴിഞ്ഞാൽ 3 ദിവസം അടുത്ത ദിവസം മുതൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന അവിടുത്തെ ആളുകൾ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നിരവധി പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിന് പരിഹാരമാണ് ഈ മുതലപ്പൊഴി അഴിയായാൽ. പക്ഷേ അതിന് പരിഹാരം എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്ക് തീരം നഷ്ടപ്പെടുകയാണ്. അഞ്ചുതെങ്ങിന്റെ തീരം നഷ്ടപ്പെടുന്നു, പെരുമാർ ഭാഗം തീരം വരികയാണ്. അതിന് കാരണം സാങ്കേതികമായ കാര്യമാണ്. എവിടെയാണോ പൊഴിയിടുന്നത് ആ പൊഴിയുടെ പുലിമുട്ടിന്റെ തെക്ക് ഭാഗത്ത് തീരം കിട്ടും, വടക്ക് ഭാഗത്ത് മണ്ണ് പോകും. ഈ വടക്ക് ഭാഗത്ത് മണ്ണാണ് തെക്ക് ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് പോയി നിക്ഷേപിക്കപ്പെടുന്നത്. കാര്യം കടൽ വേറെ കൊണ്ടുപോകുന്നില്ല, ഇവിടെ നിക്ഷേപിക്കപ്പെടും. അത് സൗകര്യം അതാണ്. അപ്പൊ അതിന് സൗകര്യം ഒരുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പുലിമുട്ടിന്റെ നിർമ്മാണം നടത്തണം. ഇപ്പോൾ പുലിമുട്ട് നിൽക്കുന്നത് മുതലപ്പൊഴി മുതൽ 10 പുലിമുട്ടാണ്. അത് മുഞ്ഞമൂട് പാലം വരെയേ ഉള്ളൂ. ആ മുഞ്ഞമൂട് പാലം വന്നാൽ കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് വീണ്ടും മണ്ണ് പോകും. അപ്പൊ ഈ അഞ്ചുതെങ്ങ് ഭാഗത്തുള്ള തീരം വീണ്ടും നഷ്ടപ്പെടും. ഞങ്ങൾ ഗവൺമെന്റിലേക്ക് വെച്ച നിർദ്ദേശം, പുലിമുട്ട് വേണം, ആ പുലിമുട്ട് നിങ്ങൾ നെടുങ്കണ്ടയിൽ തുടങ്ങി വരണം, അല്ലെങ്കിൽ കാപ്പിൽ ഇവിടെ വർക്കലയിൽ തുടങ്ങി വരണം. ആ വർക്കലയിൽ തുടങ്ങി വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ. അതിന്റെ ഭാഗമായിട്ട് അത് പോവുകയാണ്. മറ്റൊന്ന്, ആ മുതലപ്പൊഴിയുടെ അകത്തുള്ള നിർമ്മാണം, ആ 2 പുലിമുട്ട് നമ്മുടെ അകലം, ആ പുലിമുട്ടിന്റെ എൻഡ് വളച്ചിരിക്കുന്നത്, ഇതൊക്കെ ഒരിക്കലും നമ്മുടെ ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല വളച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പുലിമുട്ടിന്റെ മോപ്പിൽ, അതായത് മുതലപ്പൊഴിയുടെ മോപ്പിൽ തിരയടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ മോപ്പിലാണ് തിരയടിക്കുന്നത്. ആ തിരക്കുഴി കഴിയുന്ന മുമ്പായിട്ട് പുലിമുട്ട് വളച്ചതിന്റെ ഭാഗമായിട്ട് തോന്നിയാൽ ഇനി എത്ര കോടി രൂപ ചെലവഴിച്ചാലും ഇതെങ്ങനെ ശരിയാക്കും എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഇതൊരു വളരെ ഗൗരവമായി ഗവൺമെന്റ് കണ്ടുകൊണ്ട് ഇപ്പോൾ 177 കോടി രൂപ അനുവദിച്ചു അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നെങ്കിലും ഈ നടക്കുന്ന പ്രവർത്തനമൊന്നും സമയബന്ധിതമായി ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് അവിടെ മൂടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ ആ മൂടിക്കിടക്കാൻ ഉണ്ടാകുന്ന വളരെ മുന്നേ തന്നെ അനുഭവമുള്ളവർ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധപ്പെടുത്തിയാണ്. പക്ഷെ ആ രീതിയിൽ ഒരു ആർജവത്തോടുകൂടി കാര്യം ചെയ്യാൻ ആ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞിട്ടില്ല. അതിനെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപം നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും അടിയന്തരമായി ചെയ്തില്ല എങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ കൃഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ഡ്രഡ്ജ് കൊണ്ടിട്ടേക്കുന്നത്, ഒരു കൊച്ചു ഡ്രഡ്ജറെ, ഈ ഒരു തീപ്പട്ടി പോലത്തെ ഡ്രഡ്ജ് കൊണ്ടിട്ട് എത്രയാണ് മണ്ണ് മാറ്റാൻ കഴിയുന്നത്? അപ്പൊ അതിന് ആളുകളെ കണ്ണിൽ മണ്ണിടുന്ന തരത്തിലേക്കാണ് ഉദ്യോഗസ്ഥന്മാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ ഡ്രഡ്ജർ അവിടെ നിർത്തുകയോ ഇല്ലാതിരിക്കുകയല്ല, ഒരു വലിയ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആ മണ്ണ് മാറ്റുന്ന സംവിധാനം ചെയ്തേ ഈ അവിടെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പഞ്ചായത്തുകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചു തന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം.